നെക്കിന്റെ ഇവിടത്തിന്റെ പരിപാടി അത് മനസ്സിലായി. ഇനി അടുത്തത് എന്താ എഴുതി വെച്ചിട്ടുള്ളത്? ഷോൾഡറിന്റെ ഇവിടുത്തല്ലേ? ഈ ടോട്ടൽ ഷോൾഡറിന്റെ പകുതിയാണ് കാണേണ്ടത് ഷർട്ടിന്. എങ്ങനെ? ടോട്ടൽ ഷോൾഡറിന്റെ പകുതിയാണ് കാണേണ്ടത്. അതിലേക്ക് നമ്മൾ പിന്നീട് എന്ത് ചെയ്യണമെന്നില്ല, തയ്യത്തുമ്പ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണമെന്നില്ല. ഇവിടെ അളവിൽ പിടിക്കുന്നിടത്ത് വ്യത്യാസം ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ ഓവർലാപ്പിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇടും. ബട്ടനും ഹോളിനും വേണ്ടിയിട്ടുള്ള അളവായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് കണ്ടു. ഇവിടെ ഇങ്ങോട്ടേക്ക് കണ്ടു. ഈ ഒരു ലൈന് നമ്മുടെ ബട്ടനും ഹോളിനുള്ള അളവാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ത്, നമ്മുടെ ബട്ടനും ഹോളും വരുമ്പോൾ എവിടെയാണോ ബട്ടൺ വരുന്നത് അതിന്റെ ഈ ഒരു പകുതി ഭാഗം, അത് 1/2 ഇഞ്ച് പറയാൻ പറ്റൂല, 1 ഇഞ്ച് പറയാൻ പറ്റൂല അല്ലെ. നിങ്ങൾ എടുക്കുന്ന ഓവർലാപ്പ് എത്രയാണ് എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ പകുതിയാണ് നമുക്ക് ഇതിൽ ഉൾപ്പെടുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 3/4 ഇഞ്ചാണ് നിങ്ങൾ ഓവർലാപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പകുതി, ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഈ പകുതി എന്താണ്, നിങ്ങളുടെ ഈ ഷോൾഡറിലേക്കും കൂടിയിട്ട് ഉൾപ്പെടുന്ന ഭാഗമാണ്. ഈ 1.5 ഇഞ്ചാണ് നിങ്ങൾ ഇവിടെ ഓവർലാപ്പ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താണ്, 3/4 ഇഞ്ചോളം നിങ്ങൾക്ക് ഈ ഷോൾഡറിലേക്കും വീതിയിലേക്കൊക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഓവർലാപ്പിന്റെ അളവും കൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നാണ് ഈ ഒരു ഓവർലാപ്പ് നിങ്ങൾ കണക്കിലെടുക്കാതെ ഇവിടെ നിന്നാണ് ഷോൾഡർ ടേപ്പ് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങോട്ടേക്കാണ് ഷോൾഡർ മാർക്ക് ചെയ്തത് എന്ന് കരുതാം. ഇവിടെ ഇങ്ങോട്ടാണ് ഷോൾഡർ മാർക്ക് ചെയ്തതെന്ന് കരുതാം. ഇങ്ങനെ ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ അളവ്, ഷോൾഡറിന്റെ എത്രയാണ് നിങ്ങൾക്ക് അളവ് കിട്ടിയത് അതിന്റെ പകുതി മാത്രം എടുത്താൽ മതിയിലേക്ക് പിന്നെ തയ്യത്തുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട. കാരണം എന്താ, തയ്യത്തുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾ ഉള്ളത് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും, അത് ഇവിടെ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് അതിന് തയ്യത്തുമ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ ഇവിടെ നിന്നാണ് ടേപ്പ് പിടിച്ചത് എന്നുണ്ടെങ്കിൽ, ഏത് ഈ ഓവർലാപ്പിന്റെ സെന്റർ ഭാഗത്ത് നിന്നാണ് ടേപ്പ് പിടിച്ചിട്ട് ഷോൾഡറിന്റെ പകുതി മാർക്ക് ചെയ്തത് എന്നുണ്ടെങ്കിൽ തൊട്ട് ഇപ്പുറത്തല്ലേ നിങ്ങൾക്ക് കിട്ടാം. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലസ് തയ്യത്തുമ്പോൾ വേറെ ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തയ്യത്തുമ്പ് വേറെ ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ അത് ഇവിടുത്തെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ കൂട്ടണോ കുറക്കണോ എന്നുള്ളത് തീരുമാനിക്കാൻ, തയ്യത്തുമ്പ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ ഇവിടുത്തെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയാൻ ആം ഹോൾ അല്ലേ പറഞ്ഞത്, അടുത്തത് എന്താണ്? ഷോൾഡർ. ഇനി അടുത്തത് ഷോൾഡറിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ആം ഹോളിന്റെ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ അതിന്റെ അകത്ത് ഷോൾഡറിന്റെ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്ക് ഷോൾഡറിന്റെ സ്ലോപ്പ് മാർക്ക് ചെയ്യാം.